എല്ലാവർക്കും നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ആദിലേനെ എല്ലാവരും കൂടെ അടിമൂടി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദില തന്നെ വഴിവെച്ചതാണ്. ജയിൽ നോമിനേഷൻ്റെ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നമാണ് ഈ നെവിൻ്റെയും ഷാനവാസിൻ്റെയും പ്രശ്നം. അത് കൂടുതൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ആദില അവിടെ വന്നെന്ന് സംസാരിക്കുകയാണ്. ഈ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അതിൽ അനീഷ് എഴുന്നേറ്റ് പോയി, ഷാനവാസും എഴുന്നേറ്റ് പോയി, ജിഷിൻ പകുതി എഴുന്നേറ്റ് പോയി, അനുമോളും പകുതി എഴുന്നേറ്റ് പോയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കേട്ടോളാം എന്നുള്ളൊരു സ്ഥിതിയിൽ അവിടെ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ ആദില പറഞ്ഞു തുടങ്ങുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആദ്യം അതൊരു ജഡ്ജ് ചെയ്ത് സംസാരിച്ചു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവിടെ ഇവനോട് സോറി പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആദ്യം ആദില തന്നെ അവിടെ ഒരു സെൽഫ് ഗോൾ അടിക്കുന്നുണ്ട്. ആദില പറയുന്നത് ഇവനിങ്ങനെ ഇവൻ്റെ സെക്ഷുവാലിറ്റി ഒന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ ഇവനൊരു ആണുമായിട്ട് ഇങ്ങനെ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ ഇടപഴകുന്നത് കാണുമ്പോൾ അത് തെറ്റിദ്ധരിക്കൂലേന്ന്. അപ്പോൾ അവിടെ എല്ലാവരും അതിനെ ചോദ്യം ചെയ്യും, അതെങ്ങനെയാണ്, അത് എന്തൊരു മെൻറ്റാലിറ്റിയാണ്, അപ്പം നിങ്ങൾ അവിടെ ശരിക്കും അതിനെ ജഡ്ജ് ചെയ്യല്ലേ. ഇപ്പോൾ ഒരു ആണും കൂടെ അവൻ്റെ സെക്ഷുവാലിറ്റി പറഞ്ഞിട്ടില്ല, അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവൻ ഒരു ആണിനോട് ഇടപഴകിയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ എന്തിനാണ് ഈ തരത്തിൽ വ്യാഖ്യാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആദിലേൻ്റെ അടുത്ത് തിരിച്ചെല്ലാവരും കൂടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലേക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്നുള്ളത്. അന്നേരം അടുത്ത അടി കൊടുക്കാനായിട്ട് അനുമോള് വരികയാണ്. അപ്പോൾ അനുമോള് പറയാണ്, എൻ്റെ അടുത്ത് ആദില വന്നിട്ട് പലതവണ നിനക്ക് നെവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും മോശം ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ, അവൻ്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ ഈ ആണുങ്ങളോടൊക്കെ പോയി ഹഗ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നിനക്കത് വേറെ രീതിയിൽ തോന്നിയിട്ടില്ലേ? അപ്പോൾ ഈ അനുമോള് തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും തോന്നിയിട്ടില്ലേ എന്ന് പിന്നെയും ചോദിച്ചു എന്ന് പറയുന്നു. അത് അനുമോളുടെ വക ഒരടിയെ. പിന്നീട് ബിന്നി വരുന്നു. ബിന്നി വന്നിട്ടും ഇതേപോലെ തന്നെ പറഞ്ഞു, അനുമോളോട് ചോദിച്ചതുപോലെ തന്നെ ബിന്നീൻ്റെ അടുത്തും നെവിനെ പറ്റിയിട്ട് ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടോ, അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ ഇങ്ങനെ തോന്നിയിട്ടില്ലേ എന്ന് ബിന്നിയോടും ചോദിച്ചിട്ടുണ്ടെന്ന് ബിന്നിയും കൂടെ വന്നതെന്ന് പറയുകയാണ്. അതേപോലെ വേറെന്തോ കാര്യം കൂടെ അതിൽ ബിന്നീൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പിന്നീട് അക്ബറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ ചോദിക്കുന്നത് എന്നാൽ പിന്നെ അതല്ലേ ആദ്യം അവിടെ പറയേണ്ടിയിരുന്നതെന്ന്. അപ്പോൾ ബിന്നി അത് മറന്നുപോയിട്ടാണ് പറയാത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എപ്പിസോഡിൽ അത് എന്താണെന്നുള്ളത് കാണിക്കുമായിരിക്കും. ഏതായാലും ഈ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഓണിയിലും അഭിലാഷും പിന്നെ നെവിനും കൂടെ വന്നിട്ട് ഓണിയിൽ അവർക്ക് ഇങ്ങനെ ഉമ്മ കൊടുത്തിട്ട് അഭിലാഷിന് ഉമ്മ കൊടുക്കുന്നു, നെവിനും ഉമ്മ കൊടുത്തിട്ട് പിന്നെ ആദിലേൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പം അങ്ങനെ പറയാനാണെങ്കിൽ ഞാനും അഭിലാഷും കൂടിയാണ് കൂടുതൽ സമയം ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതൊക്കെ. അപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ആദിലേൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡ് നന്നായിട്ട് പൊളിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ഈ ഓരോ തവണ പറയുമ്പോഴും ശനിയാഴ്ച ആകുമ്പോഴത്തേക്കിനും ഇതൊക്കെ ഞാൻ തെളിയിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരോടും അത് പറയുന്നുണ്ട്. അതിൽ അക്ബർ ഈ ആദിലേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ ഈ നെവിൻ്റെ കാര്യം ഇങ്ങനെ അറിയാനായിട്ടുള്ളൊരു ജിജ്ഞാസ ആദിലേക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. അപ്പോഴും ആദില പറയുന്നത് ഇങ്ങനെ അവൻ സെക്ഷുവാലിറ്റി എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചെന്നിട്ട് ആണുങ്ങളോട് ഇങ്ങനെ ചെന്നിട്ട് ഇടപഴകുമ്പോഴത്തേക്കിനും അത് തെറ്റിദ്ധരിക്കുന്നവരും പുറത്തുണ്ടല്ലോ എന്നുള്ളത്. ആദില ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്നൊക്കെ അത് പല സ്ഥലങ്ങളിലും പൊളിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആദിലയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഈ സംഭവം അവിടെ എടുത്തിടുകയുള്ളൂ. എന്നാലും ഇത്രയും പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്നൊക്കെ സ്വയം പറയുന്ന ആദില എന്തിനാണ് മറ്റൊരാളുടെ സെക്ഷുവാലിറ്റീനെ അല്ലെങ്കിൽ അയാൾ പെരുമാറുന്ന ഒരു രീതിയെ വെച്ചിട്ട് അയാൾ ജഡ്ജ് ചെയ്യുന്നത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഒരു തവണ പോലും തോന്നിയിട്ടില്ല നെവിൻ ഏതെങ്കിലും തരത്തിൽ മോശം ഇൻറ്റൻഷനോടെ ചെന്നിട്ടാണ് ആൾക്കാരെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. അത് മാത്രമല്ല, ഇന്ന് നെവിൻ ഈ ലവ് ലാംഗ്വേജ് എന്താണെന്ന് ആദിലേക്ക് മനസ്സിലായിട്ടില്ല എന്ന് അന്ന് നോമിനേഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു അതെങ്ങനെയാണ് നെവിൻ്റെ ലവ് ലാംഗ്വേജ് ആദിലേക്ക് മനസ്സിലാവുക എന്ന് അന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു ഇത് മനസ്സിലാവുന്നത്. നെവിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ബോഡി ടച്ച് ചെയ്തിട്ടും കെട്ടിപ്പിടിച്ചിട്ടുമൊക്കെയാണ്. പക്ഷേ അതങ്ങനെ എല്ലാവരുടെയും പേഴ്സണൽ സ്പേസിലേക്ക് കയറി ചെന്ന് അങ്ങനെ പെരുമാറുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ആ പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്ത് തന്നെ മറ്റുള്ള ആൾക്കാരോട് പെരുമാറണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നെവിൻ ആദിലേൻ്റെ അടുത്ത് പറയുന്നത് നെവിൻ അത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതിനെ ആദില എന്തിനാണ് അതിനെ വേറൊരു രീതിയിലേക്ക് കണ്ട് അതിനെ ജഡ്ജ് ചെയ്ത് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ആദില ഇത്രയും ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വളരെ സൂക്ഷ്മമായിട്ട് ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയോ എന്നിങ്ങനെ പുറകെ നടന്ന് ചോദിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? നെവിൻ്റെ അടുത്ത് ആദിലയ്ക്കും നൂറയ്ക്കും ഒരു പ്രശ്നമുണ്ട്. അത് എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റീൻ്റെ വോട്ട് ബാങ്കിനെ വിചാരിച്ചിട്ട് അവൻ എന്തോ ആയിക്കോട്ടെ അത് ദേഷ്യമുള്ളതായിട്ട് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ നെവിനെ പുറത്താക്കിയ ദിവസം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് നെവിൻ ഇവരെ തമ്മിൽ പിരിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അത് നെവിൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഞാനത് തമാശയ്ക്ക് എല്ലാവരോടും പറയുന്നത് പോലെ പറഞ്ഞതാണ് എന്ന്. അതിനുശേഷം ഇവർ നെവിൻ്റെ അടുത്തൊരു വ്യക്തിപരമായിട്ടുള്ളൊരു വിദ്വേഷം വെക്കുന്നത് പോലെ
പോലെ തന്നെ ആദില പല സമയത്തും നെവിനോട് പെരുമാറിയിട്ടുള്ളതായിട്ടും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു കാര്യം അയാളെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു പറഞ്ഞിട്ട് എല്ലാവരും അതിനെ തിരിച്ച് നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ, പ്രത്യേകിച്ച് റിയാസ് വന്നപ്പോൾ അതിനെതിരെ സംസാരിക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കിന് നേരെ പ്ലേറ്റ് ഒന്നും അറിയാത്തതുപോലെ തിരിച്ചു വയ്ക്കാമെന്നാണോ ആദില വിചാരിക്കുന്നത്? ഏതായാലും ഈ വിഷയത്തിലുള്ള ആദിലേൻ്റെ ഡബിൾ സ്റ്റാൻഡ് എന്താണെന്നുള്ളത് അവിടെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതേപോലെ ഈ ഒണിയിൽ പറയുന്നൊരു കാര്യം, ഒണിയിലും അഭിലാഷും അറിയാമല്ലോ, അവിടെ നിൽക്കേണ്ട സമയത്താണ് അവിടെ നിൽക്കും, ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തോട്ട് ചാടും. കൂടുതൽ ആൾക്കാർ എവിടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ആൾക്കാരാണ് ഈ അഭിലാഷും ഒണിയലും, അതേപോലെ തന്നെ ആദിലയും. അപ്പം ഒണിയിൽ വന്നിട്ടൊരു കാര്യം പറയുന്നത്, ഷാനവാസിന് ഏതെങ്കിലും തരത്തിലൊരു മോശം ഇതുണ്ടെന്ന് പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം, അതിനെയും മാനിക്കണം. ലാൽ സാർ വീക്കെൻഡിൽ വന്നിട്ട് അത് എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യട്ടെ എന്നുള്ളത് ഒണിയിലും അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് ജിസേൽ ആദിലേനെ എതിർത്തിട്ട് ഇങ്ങനെ വന്ന് ആദില പറഞ്ഞ ചില കാര്യങ്ങളെ എതിർത്തിട്ട് സംസാരിക്കുമ്പോൾ ഷാനവാസ് വന്നിട്ട് ഈ ജിസേലിനോട് പറയുകയാണ്. ജിസേൽ വന്നിട്ട് ഷാനവാസിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നെവിനോട് ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇടുന്നതെന്ന് ചോദിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞു, അവൻ ഇങ്ങനെ ദേഹത്ത് തൊട്ടൊക്കെ സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലയെന്ന്. അപ്പോൾ ജിസേൽ തിരിച്ച് ഷാനവാസിനോട് പറയാണ്, അത് ശരിയാണ്, ആര്യനും പറഞ്ഞിട്ടുണ്ട്, ആര്യനും അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടമില്ല എന്ന്. അപ്പോൾ ഉടനെ ആര്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ചെയ്തു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്, ഇറിറ്റേഷൻ്റെ കാര്യമാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ആര്യനും ജിസേലും കൂടെ അവിടെ കിടന്നൊരു ഉരുണ്ടുമറിയൽ. അതേപോലെ തന്നെ അഭിലാഷ് ഈ വിഷയത്തിൽ ഷാനവാസിനെതിരാണ് നിൽക്കുന്നത്. കാരണം നെവിൻ പോയ സമയത്ത് എൻ്റെ ഒരു കോണ്ടന്റ് പോയി, കോംബോ പോയെന്നൊക്കെ ഷാനവാസ് പറഞ്ഞത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അഭിലാഷ്. അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറയുന്നു, അഭിലാഷാണ് ഇതിൻ്റെ ഒക്കെ ഈ ആണിയായിട്ടുള്ളത്, അക്ബറെ നീ ഇവനെ സൂക്ഷിച്ചോ, ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണക്കാരൻ ഈ നിൽക്കുന്ന അഭിലാഷാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിലാഷ് ഒരു ചെന്നായിയാണ് എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് അഭിലാഷിൻ്റെ അടുത്ത് പറയുന്നു. പിന്നെ അങ്ങോട്ട് അഭിലാഷും ഷാനവാസും തമ്മിലായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അഭിലാഷിനെ ചെന്നായി എന്ന് ഷാനവാസ് വിളിക്കുന്നു, നീ പോടാ പട്ടിന്ന് അഭിലാഷ് ഷാനവാസിനെ വിളിക്കുന്നു. ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അഭിലാഷിൻ്റെ തുപ്പൽ ഷാനവാസിൻ്റെ ഷട്ടിൽ വീഴുന്നു. എന്നെ എന്തിനാ തുപ്പിയെന്ന് ചോദിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു പേരിൽ പിന്നെ ഇവർ തമ്മിലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മൊത്തം പൊളിഞ്ഞടിഞ്ഞ് നിൽക്കുന്നത് ആദിലയാണ്. കാരണം ആദിലയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പെട്ടെന്നുള്ളത്. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ആദില ഇത് ആദ്യത്തെ തവണയല്ല ഇത്തരത്തിൽ ഈ ഡബിൾ സ്റ്റാൻഡും കാണിച്ച് നിൽക്കുന്നത്. ഈ അനിമോളും ജിസേലും ആര്യനും തമ്മിലുള്ള പ്രശ്നത്തിലും അനിമോളെ അതിന് മുന്നത്തെ ദിവസങ്ങളിലെല്ലാം പുറകെ നടന്ന് ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ അനിമോളെ കൊണ്ട് പറയിപ്പിച്ച് എല്ലാം കേട്ട് അത്തരത്തിലൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അനിമോളെ എല്ലാ തരത്തിലും സഹായിച്ചതിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് അനുമോളെ കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ അനുമോളോട് ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പോൾ ആദില നേരെ പ്ലേറ്റ് തിരിച്ചു വെച്ചു. പിന്നെ അനുമോളോട് അവിടെ കിടന്ന് ദേഷ്യപ്പെടുന്നതാണ് കാണുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ ഷാനവാസിൻ്റെ നെവിൻ്റെയും കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ ഈ ആദില ഈ വിഷയത്തിൽ കാണിച്ചിട്ടുള്ള ഡബിൾ സ്റ്റാൻഡ് കൃത്യമായിട്ട് തുറന്നു കാണിക്കപ്പെടേണ്ടത് തന്നെയാണ്.